ഇന്നത്തെ ഒരു വീഡിയോ മോർണിംഗ് റൊട്ടീനാണ്. ഒരു തിരക്ക് പിടിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാവിലെ ഞാൻ കുറച്ച് തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് ഞാൻ അരിയടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാമ്പാർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ വെച്ചിരുന്ന സാമ്പാറാട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കും. കുഞ്ഞിനെ കൊടുത്ത് വിടേണ്ടതല്ലേ. അപ്പോൾ ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് മെഴുക്ക് പുരട്ടി എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഇങ്ങനെ വെച്ചാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം പാവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തതാട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളകാണ് ചേർക്കുന്നത്. ലേശം ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതാ തേങ്ങ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഉണക്ക തേങ്ങ ആയിട്ടോ, ഇതിങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചുരണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗമില്ലേ, അത് ഒരു പൂപ്പൽ പോലെ ഇരിക്കുകയാണ്. നമ്മൾ ചുരണ്ടി കളയുന്നതായിരിക്കും നല്ലത് ഹെൽത്തിന് കേട്ടോ. വയറുവേദനയൊക്കെ ചിലവർക്ക് വരും. അപ്പോൾ അത് നമുക്ക് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ചുരണ്ടി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നീളത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ മെഴുക്ക് പുരട്ടിക്കകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചതിനകത്ത് പാവയ്ക്കയും കുറച്ച് സവോളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. അതും കൂടെ ചേർത്തിട്ടാണ് വെച്ചത്. ഒരുവിധം ഒന്നായി വരുമ്പോഴത്തേക്ക് നമുക്കിടെ ഈ ഒരു തേങ്ങ കൊത്തും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു സമയത്ത് അരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറൊക്കെ പോയിട്ട് അരി ഒന്ന് അടച്ചിട്ടു. അതിനുശേഷം ഇനി നമുക്ക് തോരൻ വെക്കാനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ബീട്രൂട്ടാണേ. അപ്പം നമ്മുടെ ഇത് മെഴുക്ക് പുരട്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കോട്ടോ, കരിഞ്ഞു പോവും. അപ്പോൾ ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണേ. അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ദോശമാവ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് അടുപ്പത്ത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടുപ്പ് ഒഴിയും തോറും അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഐറ്റം കയറ്റിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ സമയം പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് ഓർഡറിനകത്തല്ല ഞാൻ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നല്ല തിരക്കാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അടുപ്പ് ഒഴിയുന്നതനുസരിച്ചിട്ട് ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം നമുക്ക് അരി അടുപ്പത്ത് കിടന്നത് അത് മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ ആ അടുപ്പത്തോട്ട് നമുക്ക് ഇതങ്ങോട്ട് എടുത്ത് വെക്കാമല്ലോ. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് മൊരിഞ്ഞ് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് അധികം കയർപ്പ് അറിയത്തില്ല. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി പാത്രം. അപ്പോൾ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇരിക്കട്ടെ. ഇനി തോരന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിത് വൃത്തിയാക്കി എടുത്തതേ ഉള്ളായിരുന്നു. ഒരു ചോപ്പർ മേടിച്ചതിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് പറ്റിയ കാര്യം ഞാനതൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് അതെനിക്ക് അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല. ഇനി യൂട്യൂബിലൊക്കെ നോക്കി ഒന്ന് തപ്പി എടുക്കണം അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം മെഴുക്ക് പുരട്ടി വെച്ചിരുന്ന പാത്രം ഞാൻ ഒഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴുകി അതിനകത്തോട്ട് തന്നെ തോരനും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയായിട്ടോ ഞാൻ തിരികെ എടുക്കുന്നത്. ഇത് ഞാൻ ചതച്ചല്ല ഇടുന്നത്, അല്ലാണ്ട് ഇടുന്നത്. ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് എടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി കുഞ്ഞനിപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഒരു തട്ട് മാത്രമേ നമ്മൾ, ഒരു തട്ടല്ല 2 തട്ടിനകത്ത് നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ആക്കി എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കുപ്പിയിൽ കുഞ്ഞിന് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കൂടെ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആവത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. മറ്റേത് ഫുഡിൻ്റെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അത് മാത്രമാണല്ലോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ വേസ്റ്റ് ആക്കാതെ ഓരോന്ന് ചെയ്തങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുപ്പിയിൽ എന്തായാലും വെള്ളമായി. ഇനിയിപ്പം ചോറ് അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് അടിത്തട്ടിയിലാട്ടോ വെക്കുന്നത്. മേലത്തെ തട്ടിയിലാണ് നമ്മൾ കറികളൊക്കെ വെക്കുന്നത്. മെഴുക്ക് പുരട്ടിയും പിന്നെ തോരനും പിന്നെ നമുക്ക് സാമ്പാറുമാണ് നമുക്കിന്ന് ഉച്ചക്കലത്തേക്ക് കറിയുള്ളത്. അപ്പോൾ അത് എല്ലാം കൂടെ ആ തട്ടിനകത്താക്കി. ഇനി സാമ്പാർ ഞാൻ ചെറിയൊരു പാത്രത്തിനകത്താക്കി എടുക്കും കേട്ടോ. സ്പൂണ് എടുത്ത് വെക്കുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ആൾ കഴിക്കുന്നത് കേട്ടോ.
അങ്ങനെ സാമ്പാർ ഇതായിട്ട് കുഞ്ഞു പാത്രത്തിനകത്താണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കവറിനകത്തും കൂടെ ആക്കിയിട്ട് ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ജോലി തീർന്നു. അത് കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിന് കഴിക്കാനുള്ളതും കൂടെ കൊടുത്താൽ മതി. ഇന്ന് പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്കൊരു ഉള്ളിലൊരു ടെൻഷൻ കാണുമല്ലോ, പെട്ടെന്ന് തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ എല്ലാം ആയിട്ടുണ്ട്. ഇത് നേരത്തെയാണ്. അതിനുശേഷം ഇതാ നമുക്ക് ഇനി കഴിക്കാനുള്ളത് കൊടുക്കാം. ഞാനൊരു 4-5 ഇഡ്ഡലിയൊക്കെ വെക്കുന്നുണ്ട്. ആ മനുഷ്യൻ കഴിച്ചാൽ കൊള്ളാം. ഇന്ന് സാമ്പാറിനകത്ത് മല്ലിയില ഇടാൻ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റാണ് ഇച്ചിരി ഇരിക്കുന്നത് കണ്ടത്. ഞാൻ പിന്നെ എടുത്തിട്ടാണ് മല്ലിയിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ കുഞ്ഞൻ കഴിക്കും കേട്ടോ. ഈ 5 എടുത്ത് വെച്ചാൽ ഈ മനുഷ്യൻ കഴിക്കത്തൊന്നും ഇല്ല. ബാലൻസ് വെച്ചേരെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഒരു 3-4 ഒക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറി ഞാൻ പെരട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുഞ്ഞൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ആളെ ഇറങ്ങി. ഇനി ഗേറ്റ് തുറക്കാനുള്ള പോക്കായിരുന്നു ഞാൻ കേട്ടോ. അത് കഴിഞ്ഞ് ടാറ്റയ്ക്ക് പറഞ്ഞ ആൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് ഇതാ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേ കേട്ടോ. തുണി നമ്മൾ രാവിലെ ഇടേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ എന്നും മറന്നു പോകും രാവിലെ തന്നെ ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നൈറ്റ് തന്നെ നമ്മൾ കഴുകി ഇടണം. ചില ദിവസങ്ങളിൽ ഞാൻ നൈറ്റ് കഴുകാൻ ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലെ അപ്പോഴത്തേക്ക് നല്ല വെയിൽ വരുമല്ലോ. ആ വെയിലത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് അന്നേരം എടുത്തുകൊണ്ടിട്ട് ഉണക്കി എടുക്കാനും പറ്റും. നൈറ്റ് കഴുകി ഇട്ടിരുന്ന. അപ്പോൾ ഇന്ന് ഇതാ തുണി കഴുകിയിട്ടതിന് ശേഷം പിന്നീട് വന്നിട്ടാണ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അഴുക്കായിട്ട് കിടക്കല്ലേ. പിന്നെ എനിക്കിന്ന് ഉപവാസമാണേ. ഉപവാസം ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചക്കലത്തേക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഒരു നേരത്തേക്ക് ഉള്ളൂ ഉച്ച വരെ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ചോറ് കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഇത് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് അധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കിച്ചൺ ആദ്യം ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. എല്ലായിടവും ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല. ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരാറാണ് ഞാൻ പതിവ്. എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓരോ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഈ പറയുന്ന പോലെ ആരും വന്ന് ചോദിക്കാനും പറയാനൊന്നും വരത്തില്ലല്ലോ. എന്താണ് ഇത്രയും നേരം നീ ചെയ്യാഞ്ഞത്, ഇത് നിനക്ക് ചെയ്തുകൂടെ എന്നൊന്നും ആരും ചോദിക്കത്തില്ലടോ. നമുക്ക് എപ്പോഴാണ് ആവുതുള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ അപ്പോഴും ചെയ്താൽ മതി. പിന്നെ ഈ വൃത്തികേടായിട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കൈയോടെയൊക്കെ എല്ലാം ചെയ്തൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇതാ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്. കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. സൗണ്ട് ചിലപ്പോൾ മഴയുടെ ആ ഒരു സൗണ്ടൊക്കെ കയറി വരും. ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പലരും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളൊക്കെ എത്ര ഹാപ്പിയാണ്, നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ ഒരുപാട് നന്നായേനെ, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആകരുതേ എന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ. എന്നെപ്പോലെ ആകരുത്, എന്നെപ്പോലുള്ളൊരു ജീവിതം ആയിരിക്കരുത് ആർക്കും കിട്ടുന്നതെന്ന്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വശം മാത്രമാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. അതായത് ഞാൻ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുന്ന സമയത്തുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നത്. പലരും ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഫോൺ നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റോ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാതെ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ അതൊരു സന്തോഷം തരുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. പലരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പറയാറുണ്ട്, പോസിറ്റീവ് ഫീലാണ് ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ, അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്, ഒരു മോട്ടിവേഷൻ ആവാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. എന്തെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നമുക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് അതൊരു സന്തോഷമായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു ക്രെഡിറ്റ് എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല കേട്ടോ. എനിക്ക് വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ നിങ്ങളാ പറയുന്ന ഓരോ വാക്കുകളും എന്നെ കൂടെ ഒന്ന് മോട്ടിവേഷൻ ആക്കുന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് തോന്നാറുള്ളത്. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹാപ്പിനെസ് മാത്രമേ നമ്മൾ വീഡിയോയിലായിട്ട് കാണിക്കുന്നുള്ളൂ. ഇതിനകത്ത് തിരിച്ച് നമുക്കിവിടെ ഒരു വശത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാത്തത് നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഡാർക്ക് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫോൺ
നോക്കുന്നത് തന്നെ നമുക്ക് ഒരു ഒരു റിലാക്സിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് കുറച്ച് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഫോണൊക്കെ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് വീഡിയോസൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി സന്തോഷം തോന്നും. പിന്നെ ആ ടെൻഷനുകളൊക്കെ ഒഴിവാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വല്ലാത്ത ഫീല് തോന്നും. അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ തോന്നും. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് കാണിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കുറച്ചും കൂടെ സന്തോഷം തോന്നാറില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് മാത്രം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ സന്തോഷങ്ങൾ മാത്രം കാണുക. എല്ലാവർക്കും ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെടാ. നമ്മളത് തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒരു രീതിയിൽ നമ്മളെ തളർത്താൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഈ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് തരണം ചെയ്തെടുക്കുക. അത് നമ്മൾ തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് വലിയ പ്രതിസന്ധികളായാലും തന്നെ നമുക്കത് തരണം ചെയ്ത് കഴിയാൻ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ അതേപോലെയൊക്കെ ശ്രമിക്കുക. വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ആരാടെ ഉള്ളത്? എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന എനിക്കേ ഉണ്ട്. അപ്പോൾ നമ്മളൊരു മറുവശത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പ്രശ്നങ്ങളായാലും അതിന് ഒരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക. അത് എന്ത് സൊല്യൂഷനാണെന്ന് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെരുമാറിയാൽ മാത്രം മതി മുന്നോട്ട് പോവുക. അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും വാകേറിയ ദൈവം ഒരു വഴി കാണിച്ച് തരുമല്ലോ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതേപോലെ നമുക്ക് ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരും. നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെയെങ്കിലൊക്കെ ആ ഓരോ വഴികൾ നമുക്ക് തെളിഞ്ഞു വരും കേട്ടോ മുന്നിൽ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറേ പേര് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ അധികം അഴുക്കായിട്ട് എടുക്കായിരുന്നു. കുറച്ച് പേപ്പറും കവറുകളും ഞാൻ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എലി നല്ല ശല്യമുണ്ട് ഇവിടെയും. അത് കയറി കടിച്ച് പറിച്ച് നശിപ്പിച്ച് നാനാവിധമാക്കി ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ കാഷ്ടങ്ങൾ മൂത്രങ്ങളൊക്കെ വീഴുമല്ലോ. അപ്പോൾ അത് നമുക്ക് അസുഖം വരും. അതൊക്കെ നമ്മൾ ചവിട്ടുകയോ ശ്വസിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എലിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല പാടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടേക്കൊന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേച്ച് കഴുകി. ഇത് ചെയ്യാനാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇനി ബുദ്ധിമുട്ട് വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷേ ചെയ്യാതിരിക്കാൻ വഴിയില്ല. ഇതിപ്പോൾ പിന്നീട് ഒരാളെന്ന് വെച്ചാൽ കുഞ്ഞൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞിന് പിന്നെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇഡ്ഡലി എടുത്ത് ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിരുന്നു രാവിലത്തേത്. അപ്പോൾ കുഞ്ഞൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ. അതിൽ നിന്ന് 3 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി വൈകിട്ടെങ്ങാനും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബീട്രൂട്ട് തോരനും പിന്നെ മെഴുക്കുവരട്ടിയും സാമ്പാറും കൂടെയാണ് കേട്ടോ. കുഞ്ഞിനെടുത്തതിൻ്റെ ബാക്കി സാമ്പാറാണ്. അതിനകത്ത് കുറച്ചും കൂടെ ഒഴിച്ച് ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് എൻ്റെ ഇതാട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ കുടിച്ച ആ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷം വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല തൊണ്ടയ്ക്ക് വേദനയൊക്കെ വരും. നമ്മൾ ഈ ഉപവാസമൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്കൊന്നും അധികം പണിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പണിയെടുത്തിരുന്നാൽ നമുക്ക് ആ ഒരു ഇത് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും, തൊണ്ടയ്ക്ക് വേദനയൊക്കെ വരും കേട്ടോ. അപ്പം കുറച്ച് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അവിടുത്തെ പാത്രങ്ങളെല്ലാം പിന്നെ ഉണ്ടായിരുന്നതൊക്കെ കഴുകി വെച്ചു. നമ്മൾ പിന്നെ ഈ ഡപ്പകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് തീരുമ്പം ഞാനത് കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് തട്ടത്തില്ല. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഡപ്പയിലാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഈ ഡപ്പയൊക്കെ തുടച്ചിട്ട് ഇത് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇടയ്ക്കൊന്നും കഴിയില്ലെങ്കിൽ ഒരുമാതിരി ചൊവ വരും കേട്ടോ. ഈ പൊടികൾക്കൊക്കെ പൂപ്പൽ പോലെ അടിക്കും ഈ തണുപ്പൊക്കെ വരുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് തീരുമ്പം ഞാനെടുത്ത് ഇത് ഫില്ല് ചെയ്യാതെ അത് കഴുകിയതിന് ശേഷം മാത്രമേ പിന്നെ അതിനകത്ത് ഇടാറുള്ളൂ. അപ്പോൾ ഇത് ഇരുന്നത് ഒരുമാതിരി പൂപ്പൽ പോലെയൊക്കെ ആയി ഞാനതെടുത്ത് കളഞ്ഞു. നമുക്ക് പിന്നെ ഫുഡ് പോയ്സണൊക്കെ ആവും. അതുകൊണ്ട് പിന്നീട് പൊടികൾ ഇട്ട് വെക്കുകയാണ്. കുറേശ്ശേ ഇട്ട് വെക്കുന്നുള്ളൂ. കൂടുതലായിട്ട് ഇട്ട് വെച്ചിരുന്നാൽ നമ്മൾ എടുക്കത്തില്ലല്ലോ. അപ്പോൾ തീരുമ്പം പിന്നെ അതെടുത്ത് കഴുകിയതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്തത് നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ മുളക് പൊടി 2 പകുതിയോളം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് എരിവ് മുളക് പൊടിയാട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടിയും സെപ്പറേറ്റ് ഞാനിന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ല എരിവാണ്, കളറ് കുറവാണ്, പക്ഷെ നല്ല എരിവാണ്. അതിനുശേഷമാണ് ഈ കാശ്മീരി മേടിച്ചത്. അത് മേടിച്ചതിന് ശേഷം നല്ല രസമാണ് കേട്ടോ, അടിപൊളിയാണ് കാശ്മീരി മുളക്. പക്ഷെ നല്ല റേറ്റാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.